ജന്മദിന അനുസ്മരണ യോഗം നടക്കുമ്പോൾ ഞാൻ ഈ അനുസ്മരണ യോഗത്തിൽ അങ്ങനെ സംസാരിക്കേണ്ട അത്യാവശ്യ ആളൊന്നുമല്ല. എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഗോപാലിയായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ആ സഖാവ് ഞങ്ങളൊക്കെ ധരിച്ചിരുന്നത് അടിയന്തരാവസ്ഥ കഴിയുമ്പോഴത്തേക്ക് ജയിലിൽ കിടക്കുന്ന നക്സലൈറ്റുകളെല്ലാം കൂട്ടത്തോടെ കേരളത്തിലേക്ക് വരും, കേരളത്തിൽ അതൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറും എന്നെല്ലാം ചിന്തിച്ചിരുന്ന ചെറുപ്രായമായിട്ട്. പക്ഷേ ആ 77 കഴിഞ്ഞിട്ട് 78 ഒരാളെ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് 80 ML പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട അടിയന്തരാവസ്ഥ തടവിലുണ്ടായിരുന്ന പ്രഭാകരൻ നായർ എന്ന് പറയുന്ന സഖാവുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. പാവടി അതിൽ പ്രഭാകരൻ നായർ എന്ന് പറഞ്ഞ അന്നത്തെ പാർട്ടി പേര് ശങ്കരൻകുട്ടി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ എനിക്ക് ഈ തൊട്ടടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ഞാനാണ്, വെച്ചൂര് കൈപ്പഴമുട്ട്. അന്ന് എനിക്കൊരു കടയാവണം, വീട്ടുകാർക്ക് കടയുണ്ട്, ഞാൻ അവിടെയുണ്ട്. അപ്പോൾ ഒരു ദിവസം വെളുപ്പാൻകാലത്ത് ചായക്കടയാണ്. വെളുപ്പാൻകാലത്ത് കട തുറക്കുന്നതിന് മുമ്പ് തന്നെ 2 പേര് അതിൻ്റെ ചെറിയ വാതിൽ വഴി അകത്ത് കടന്നിട്ട് ശങ്കരൻകുട്ടി എന്നെ, ഇത് ബാബുവാണ്, വെട്ടയ്ക്കലുള്ളതാണ്, തന്നെപ്പോലെ വലിയ കർഷകനാണ്, അതാണ് ഇതാണെന്നെല്ലാം ആ സഖാവിൻ്റെ ശൈലിയിൽ എന്നോട് പറഞ്ഞു. ബാബു എന്നാണ് പേരെന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ കാഴ്ചയിൽ വളരെ യോഗ്യനായ സഖാവ്. പക്ഷേ ആ സഖാവ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. ഈ ഗോപാലിജി എന്നോട് പറഞ്ഞ്, താൻ കച്ചവടം നടത്തി ലാഭം കണ്ടുപോയിട്ട് തനിക്ക് പാർട്ടി പ്രവർത്തനത്തിന് കൂടെ എന്നൊക്കെയുള്ള ചോദ്യമാണ് എന്നോട് ഉന്നയിച്ചത്. അപ്പം ഞാൻ കരുതി ആദ്യമായിട്ട് കണ്ട സഖാവ് ഇത്രത്തോളം ഗൗരവത്തോടെ പറയണമെങ്കിൽ ഇതാരായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ 80 അവസാനം തന്നെ 81 ആ സഖാവ് കോട്ടയത്ത് നിന്ന് പ്രവർത്തനം മറ്റേതോ ജില്ലയ്ക്ക് പോയി. എനിക്കന്നതെന്ന് പറഞ്ഞുകൂടാ, അന്നത്തെ സംഘടനാ രീതിക്ക് ഈ സഖാവ് എവിടെ പോയെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് സഖാവിനൊപ്പം കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെയും പാർട്ടിയുടെ മറ്റു പ്രവർത്തനങ്ങളിലൂടെയും സഖാവ് ഡി പ്രകാശം പറഞ്ഞുകൊണ്ട് തൃശ്ശൂര് ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം കാര്യങ്ങളോടെല്ലാം സഖാവോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളൊരു നിരന്തര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആ സഖാവിനെ കാണുമായിരുന്നു. പിന്നീട് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ട് ദീർഘകാലം ആ സഖാവ് മരണം വരെ തുടർന്നു പോകുന്നു. പിന്നെ ഞാൻ കോട്ടയം ജില്ലയിലും പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിൽ വൈക്കത്തും കോട്ടയത്തും ഒക്കെ തന്നെ അതേപോലെ തന്നെ പ്രവർത്തിച്ചു.